വെൽക്കം ബാക്ക് ടു കൊമിക്സ് വേൾഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കാർപിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. കോറിലേഷൻ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്താണ്, അത് കണ്ടെത്താനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്താണെന്നുള്ളത് അതിൻ്റെ ആ തിയറി പോർഷൻ നമ്മൾ റാങ്ക് കോറിലേഷൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കണ്ടതാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കോറിലേഷനെ കുറിച്ചോ അതുപോലെ തന്നെ ആ ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. ഡയറക്റ്റ് ഞാൻ കാർപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തിയറി ഒന്ന് കൂടുതലായിട്ട് നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് കോറിലേഷൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് സെർച്ച് ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിലാണ്, റാങ്ക് കോറിലേഷൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അതിൻ്റെ തിയറി ഭാഗം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കാർപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഒരു ഇൻട്രൊഡക്ഷൻ. എന്താണ് കാർപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതിനൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഫോർമുല ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, പിന്നെ ചെറിയൊരു പ്രോബ്ലം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടെത്താനായിട്ട് ധാരാളം മെത്തേഡുകൾ ഉണ്ടെന്ന് ഞാൻ റാങ്ക് കോറിലേഷൻ്റെ ഫസ്റ്റ് പാർട്ട് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയായിരുന്നു ആ മെത്തേഡുകൾ? സ്പിയർമാൻസ് മെത്തേഡ്, കാർപിയേഴ്സൺ മെത്തേഡ്, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്, അങ്ങനെയുള്ള മെത്തേഡുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കാർപിയേഴ്സൺ മെത്തേഡ്. ഈ മെത്തേഡിന് അറിയപ്പെടുന്നത് പിയേഴ്സോണിയൻ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്നാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം പാർട്ടാണ്. ഇത് എക്സാംസിന് ചോദിക്കാറുണ്ട്. ദെൻ കാർപിയേഴ്സൺ, the great biologist and statistician, has given a formula for calculation of coefficient of correlation. അപ്പോൾ കാർപിയേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആയിരുന്നു ആൻഡ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു. അദ്ദേഹമാണ് ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന് ഫോർമുല നൽകിയിട്ടുള്ളത്. പിന്നെ the Pearsonian coefficient of correlation is denoted by the symbol R. ഇതെങ്ങനെയാണ് അറിയപ്പെടുന്നത്? R എന്നുള്ള സിമ്പലിലാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്, ഈ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. Then it is defined as the ratio of covariance between x and y to the product of their standard deviations. അപ്പോൾ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല എന്ന് പറയുന്നത് എങ്ങനെയാണ്? എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേരിയബിൾസ് ഉണ്ട്. അതിൻ്റെ കൊവേരിയൻസും പിന്നെ ആ രണ്ട് വേരിയൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ പ്രൊഡക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഫോർമുല കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഫോർമുല നമുക്ക് നോക്കാം. ആർ ഈക്വൽ ടു കൊവേരിയൻസ് ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, എക്സിൻ്റെയും വൈയുടെയും കൊവേരിയൻസും അതുപോലെ തന്നെ എക്സിൻ്റെയും വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തമ്മിലുള്ള റേഷ്യോ ആണ് ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഈ കൊടുത്തിട്ടുള്ള ഫോർമുലേനെ വേറൊരു ഫോർമുല നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആർ ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഫോർമുല. രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോർമുലയാണ് മിക്കവാറും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കാണാവുന്നത്. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് എടുക്കുന്നത് മിക്കവാറും രണ്ടാമത്തെ ഫോർമുല ആയിരിക്കും. അപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്യുന്നതും രണ്ടാമത്തെ ഫോർമുല തന്നെയാണ്. അപ്പോൾ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസൊക്കെ ഈ രണ്ടാമത്തെ ഫോർമുലേൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, ഇനിയുള്ളത് ഇൻ്റർപ്രിറ്റേഷനാണ്. നമ്മൾ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർപ്രിറ്റേഷൻ എഴുതണം. പ്രോബ്ലത്തിൽ ചിലപ്പോൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവില്ല, ബട്ട് നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ എഴുതണം. ഇൻ്റർപ്രിറ്റേഷൻ എഴുതുന്നത് ടീച്ചേഴ്സിന് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ബൈ ചാൻസ് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ട് പ്രോബ്ലം തെറ്റ് വന്നാൽ നമ്മൾ നല്ല രീതിയിൽ പ്രോബ്ലം ഒക്കെ ചെയ്ത് ഇൻ്റർപ്രിറ്റേഷനൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് വളരെ ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മുടെ മാർക്ക് കുറയേണ്ടടുത്ത് അവർ അധികം കുറയ്ക്കാതെ ചിലപ്പോൾ നമുക്ക് മാർക്ക് ഇട്ട് തരാൻ ചാൻസ് ഉണ്ട്. ഇൻ്റർപ്രിറ്റേഷൻ എല്ലാ ടീച്ചേഴ്സിനും പൊതുവേ വളരെ ഇഷ്ടമാണ് ഇൻ്റർപ്രിറ്റേഷൻ എഴുതുന്നത്. അപ്പോൾ കുട്ടിക്ക് അതിൻ്റെ നോളേജ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റേഷൻ എഴുതാമെന്ന് നമുക്ക് നോക്കാം.
നമ്മൾ R കണ്ടുപിടിക്കും, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ ആ ഒരു റാങ്ക് കോറിലേഷൻ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് R എന്തിൻ്റെ ഇടയിലാണ് വരിക, -1 +1 ഇടയിലാണ് R വരുന്നത്. R ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ അതിനും കൂടുതലൊക്കെയാണ് നിങ്ങളുടെ വരുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം തെറ്റായിരിക്കും, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ തെറ്റായിരിക്കും. അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലം തെറ്റായിരിക്കും. അതിലേതെങ്കിലും ഒന്നായിരിക്കും സംഭവിക്കാം. കാരണം R എന്ന് പറയുന്നത് -1 +1 ഇടയിലായിരിക്കും. ഇനി ഇൻ്റർപ്രിട്ടേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. R = +1 ഇംപ്ലൈസ് പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷൻ. പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ +1 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അവിടെ ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് ലീനിയർ കോറിലേഷനാണ് ആ രണ്ട് വാരിയബിൾസ് തമ്മിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കേണ്ടത്. R = -1 ആണെങ്കിൽ എന്താണ്, ഇംപ്ലൈസ് പെർഫെക്റ്റ് നെഗറ്റീവ് ലീനിയർ കോറിലേഷൻ. അവിടെ ആ രണ്ട് വാരിയബിൾസ് തമ്മിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണുള്ളത്. പെർഫെക്റ്റ് കോറിലേഷൻ തന്നെയാണത്, എന്താണ്, നെഗറ്റീവ് ആണെന്ന് മാത്രം. നെഗറ്റീവ് ലീനിയർ കോറിലേഷൻ അതും പെർഫെക്റ്റ് കോറിലേഷൻ തന്നെയാണ്. ഓക്കെ. ഇനി R = 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം, അവിടെ ആ രണ്ട് വാരിയബിൾസ് തമ്മിൽ നോ ലീനിയർ കോറിലേഷൻ, ദർ ഈസ് നോ ലീനിയർ കോറിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു വാരിയബിൾസ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ. എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ -1 ചിലപ്പോൾ +1 അല്ലെങ്കിൽ 0 തന്നെയല്ല ആയിരിക്കും വരിക, വേറെയും നമ്പേഴ്സ് വരും. -1 +1 ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും വരാം, അതിൻ്റെ ഇടയിലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എഴുതാന്നുള്ളത് നമുക്ക് നോക്കാം. ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. ഇൻ ബിറ്റ്വീൻ പെർഫെക്റ്റ് കോറിലേഷൻ ആൻഡ് നോ കോറിലേഷൻ there may be limited degree of correlation. Limited degree of correlation may also be positive or negative. Limited degree of correlation may be termed as high, moderate or low. അപ്പോൾ എന്താണ്, ഈ ഒരു -1 0 ഇടയ്ക്കും അതുപോലെ തന്നെ 0 +1 ഇടയ്ക്കൊക്കെ എന്താണ് ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കോറിലേഷൻ ഉണ്ട്. അത് ഹൈ ആവാം, മോഡറേറ്റ് ആവാം, അല്ലെങ്കിൽ ലോ ആവാം. അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. R = 0.2 ആണെന്ന് ചോദിക്കുക, അതായത് 0.2 എന്ന് വരാമെന്ന് വെച്ചാൽ ദർ ഇസ് എ വെരി ലോ പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ എന്താണ് 0.5 താഴെ വരുന്ന നമ്പേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ലോ കോറിലേഷനാണ്, ലോ പോസിറ്റീവ് കോറിലേഷനാണ് വരുന്നത്. R = 0.9 ആണെങ്കിൽ എന്താണ് ദർ ഇസ് ഹൈ പോസിറ്റീവ് കോറിലേഷൻ, കാരണം നിയർ ടു 1 ആണ്. സോ അവിടെ ഹൈ പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത്. R = 0.5 ആണെന്നുണ്ടെങ്കിൽ എന്താണ് ദർ ഈസ് മോഡറേറ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്, മോഡറേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കോറിലേഷനാണ് അവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക, R = -0.2 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുക, ദർ ഇസ് എ വെരി ലോ നെഗറ്റീവ് കോറിലേഷൻ എന്നെഴുതും. R = -0.9 ആണെന്നെങ്കിൽ നമ്മളെങ്ങനെ എഴുതും, ദർ ഈസ് ഹൈ നെഗറ്റീവ് കോറിലേഷൻ എന്നെഴുതും. ഇനി R = -0.5 ആണെങ്കിൽ ദർ ഈസ് മോഡറേറ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്നാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർപ്രിട്ടേഷൻ എഴുതേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടിംഗ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇവിടെ രണ്ട് വാരിയബിൾസ് ആണുള്ളത്, പ്രൈസ് ആൻഡ് ഡിമാൻഡ്. ഇത് തമ്മിലുള്ള കോറിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പ്രൈസ് X ആയിട്ട് എടുക്കുക, ഡിമാൻഡ് Y ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ ആൻസറിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഇങ്ങനൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ X എഴുതുക, Y എഴുതുക, XY, X² ആൻഡ് Y². ഇനി നമുക്ക് ഈ ടേബിൾ ഫില്ല് ചെയ്യാം. നമുക്ക് σx കണ്ടെത്താം. σx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ടോട്ടലാണ് 7 + 8 + 9 + 6 + 5 that is equal to 35. ദെൻ നമുക്ക് σy കണ്ടെത്താം. σy equal to 8 + 6 + 7 + 9 + 10 that is equal to 40. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്, XY ആണ്. 7 × 8 56, 8 × 6 48, 9 × 7 63, 6 × 9 54, 5 × 10 50. ദെൻ ഇതിൻ്റെ ടോട്ടൽ കണ്ടെത്താം. σxy കണ്ടെത്തുക. That is equal to 56 + 48 + 63 + 54 + 50. σxy equal to 271. X² ആണ്. X² 7² 49, 8² 64, 9² 81,
6 സ്ക്വയർ 36, 5 സ്ക്വയർ 25. ഇനി ഇതിൻ്റെ സം കണ്ടെത്താം. 49 plus 64 plus 81 plus 36 plus 25, that is equal to 255. Sigma x square equal to 255. Then y square കണ്ടെത്താം. 8 square 64, 6 square 36, 7 square 49, 9 square 81 and 10 square 100. Sigma y square equal to 64 plus 36 plus 49 plus 81 plus 100, that is equal to 330. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു ടേബിളിൽ നിന്നെടുത്ത് ഇവിടേക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ n ഈക്വൽ ടു എന്താണ്? 5 ആണ് വരുന്നത്. 5 ആണ്. എങ്ങനെയാണത്? 1 2 3 4 5 നമ്പറാണുള്ളത്. അപ്പോൾ n ഈക്വൽ ടു 5. ബാക്കിയെല്ലാം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. r ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഓൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ minus sigma x whole square into root of n sigma y square minus sigma y whole square. ഇതാണ് ഫോർമുല. ഇതാണ് സിഗ്മ y എന്ന് പറയുന്നത് എത്രയാണ്? 271 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് 35ഉം സിഗ്മ വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് 40ഉം ആണ്. ഓക്കെ, ദെൻ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ. n 5 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 255 മൈനസ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് 35 ആണ്. 35 സ്ക്വയർ ഇൻറ്റു വീണ്ടും n സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ 330 മൈനസ് 40 സ്ക്വയർ. ഓക്കെ, 5 ഇൻറ്റു 271, ദാറ്റ് ഈസ് ഈക്വൽ ടു 1355 മൈനസ് 35 ഇൻറ്റു 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 1400 ഓൾ ഡിവൈഡഡ് ബൈ root of 5 into 255, 5 into 255, that is equal to 1275 minus 35 square, that is equal to 1225 into 5 into 330, that is equal to 1650 minus 40 square, that is equal to 1600. 355 minus 1400, that is equal to minus 45, all divided by root of 1275 minus 1225, that is equal to root 50 into 1650 minus 1600, that is equal to root 50. Then minus 45 divided by root 50 into root 50. Root 50 into root 50, that is equal to 50, equal to minus 45 divided by 50, that is equal to minus 0.9. Therefore, R equal to minus 0.9. minus 0.9 ആണ് കിട്ടിയിരിക്കുന്ന ആൻസർ. സോ ഇവിടെ എന്താണ്? നിയർ ടു 1 ആണ് വരുന്നത്. നിയർ ടു 1 വന്നാൽ എന്താണ് അതിൻ്റെ മീനിങ്? ദർ ഇസ് എ ഹൈ നെഗറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദി ടു വേരിയബിൾ. ഇവിടെ ഏതാണ് ടു വേരിയബിൾ? പ്രൈസ് ആൻഡ് ഡിമാൻഡ്. അപ്പോൾ നമുക്ക് ഇൻ്റർപ്രിട്ടേഷൻ എഴുതാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് എഴുതണം എന്താണ്?
ഇവിടെ -0.9 വന്നതുകൊണ്ട് നിയർ ടു 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതണം? ദർ ഈസ് ഹൈ നെഗറ്റീവ് correlation between price and demand. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് തന്നെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും വീട്ടിൽ സേഫായി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.